എന്തോന്നാടേ ഒരു ചിന്ത? അല്ല, ഇവിടെ ഒരു AC ഉണ്ടായിരുന്നേ നന്നായിരുന്നു. കാലം എത്ര മാറിയാലും നിന്റെ വിഡ്ഢിത്തരത്തിന് ഒരു മാറ്റവുമില്ലല്ലോടേ. അത് പിന്നെ AC അല്ലേ? ഇത്രയും പ്രകൃതിരമണീയമായൊരു സ്ഥലത്ത് എന്തിനാണ് ഒരു AC? പ്രകൃതി നമുക്ക് സമ്മാനിച്ച മരങ്ങളാണ് കൃത്രിമമില്ലാത്ത AC. എന്നാൽ മനുഷ്യർ വനങ്ങളിലേക്ക് വന്ന് മരങ്ങളൊക്കെ വെട്ടിമുറിക്കുന്നതാണ് ഈ ചൂട് കൂടാനുള്ള കാരണം. മാത്രമല്ല, അവരീ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോഴനുഭവിക്കുന്ന പ്രളയവും ഭൂകമ്പവും ഒക്കെ. വെറും ഒടങ്കൊലിയായി നടന്ന നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ സംഭവം അറിഞ്ഞോ? എന്തോന്ന്? ഈ കാടിനൊരു രാജാവ് വേണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം വനവാസികളുടെയും അഭിപ്രായം. അത് പിന്നെ നിങ്ങളെല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കാം. മഹാരാജാവ് ചിന്നൻ, എന്താ ഒരു സ്റ്റൈല്! ഓ, രാജാവിന്റെ ചെരുപ്പിന്റെ വലുപ്പമില്ലാത്ത നീയാണോ രാജാവ്? അത് അത്രേ ഉള്ളോ? അയ്യോ, നിന്നെപ്പോലെ ഊതിയാൽ പാറിപ്പോകുന്ന രാജാവിനെ അല്ല ഈ കാടിന് ആവശ്യം. നല്ല ബുദ്ധിയും ശക്തിയുമുള്ള ഘനഗാംഭീര്യനായിരിക്കണം ഈ കാടിന് വേണ്ടത്. അതിനിപ്പോ ഈ കാട്ടിലാരാ? ആ ചിരമ്പനാന രാജാവാകണമെന്നാ പറയുന്നത്. ആര് പറയുന്നത്? ചിരമ്പനാന തന്നെ. അത് അവൻ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? കേവലം ഒരു വരുത്തനാനാ. ഈ ചിന്നൻ കുരുവിയുടെ കാട്ടിൽ വന്ന് അങ്ങനെ ഷൈൻ ചെയ്യണ്ട. ഇടിച്ചവന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഇന്നലെ വനത്തിനുള്ളിലുള്ള ബുദ്ധിയും വിവരവുമുള്ള എല്ലാവരെയും ചിരമ്പൻ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് എന്തായോ ആവോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ബുദ്ധിയില്ലാത്തവരെ ക്ഷണിച്ചു കാണില്ല. അടുത്ത ആഴ്ച അവൻ രാജാവായി സ്ഥാനമേൽക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലാർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അവനെ ഇടിച്ചു തോൽപ്പിക്കണം പോലും. ആ വരുത്താൻ അലവലാതി ആനയെ എന്റെ മുന്നിലെങ്ങാൻ കിട്ടിയാലുണ്ടല്ലോ, കലിപ്പ് തീരണില്ലല്ലോ. എന്നെയാണോ വരുത്തനെന്ന് പറഞ്ഞത്? ആണോ? അയ്യോ ചിരമ്പൻ, അത് പിന്നെ ചേട്ടനെ. അയ്യോ, എടോ തന്നോടാ ചോദിച്ചത്. അത് ചേട്ടനെ വരുത്തനെന്നല്ല പറഞ്ഞത്. ചേട്ടൻ ഈ കാട്ടിലേക്ക് വരാൻ വൈകിപ്പോയിന്ന് പറഞ്ഞതാ. താമസിച്ചതെന്തേ വരുവാൻ ആനച്ചേട്ട ഈ വനത്തിൽ. മതി, നിർത്ത്. ചേട്ടൻ രാജാവാകുന്നതിൽ ഭൂരിഭാഗം വനവാസികളും സന്തുഷ്ടരാണ്. അതിന്റെ അർത്ഥം ഭൂരിഭാഗം പേരും ഉഡായിപ്പന്മാരല്ല എന്നാണോ? ഈ ചിന്നൻ ഗുരുവെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമേ ഇവിടെ അലമ്പായിട്ടുള്ളവരുള്ളൂ. അവരെയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാന ഉദ്ദേശ്യം.